ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേഷൽസിലെത്തി. പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം നൽകി. സേഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ ശ്രീ മോദി വിശിഷ്ടാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാവുന്നതാണ്. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. തമിഴ് നടനും സംവിധായകനുമായ കെ ഭാഗ്യരാജിന്റെ സംസ്കാരം നാളെ ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു ഭാഗ്യരാജിന്റെ അന്ത്യം. 73 വയസ്സായിരുന്നു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. നാളെ ബൂത്തുകളിൽ എത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. കേരളത്തിൽ സെൻസസ് 2027ന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. se.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. കേരളത്തിൽ ഇന്ന് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്നത്തെ കണക്ക്. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട്ടെ നിപ്പ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 3 പേരെ ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കി. 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 2 പേരെയും റിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാളെയുമാണ് ഒഴിവാക്കിയത്. കോങ്കോയിൽ ഇതുവരെ 1200-ലധികം എബോള കേസുകൾ സ്ഥിരീകരിച്ചതായി ആരോഗ്യ വിഭാഗം അറിയിച്ചു. 321 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനോം ഗെബ്രിയേസസ് മുന്നറിയിപ്പ് നൽകി. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ അങ്കമാലി സ്വദേശി റോഷൻ രാജു 1ാം റാങ്ക് കരസ്ഥമാക്കി. ബിഫാം വിഭാഗത്തിൽ തൃശൂർ സ്വദേശി വിനായക് നാരായണനാണ് 1ാം റാങ്ക്. അടുത്ത മാസം 8-നാണ് ആദ്യ അലോട്ട്മെന്റ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3ാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. പട്ടികയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ മറ്റന്നാൾ മുതൽ ജൂലൈ 2 വരെ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ഈ വർഷത്തെ SSLC, THSLC പുനഃപരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാണ്. പര്യത്തുകാവ് ഉന്നതി നിവാസികളുടെ പുനരധിവാസത്തിനായി 5 സെന്റ് ഭൂമി വീതം അളന്ന് സർവേ സ്കെച്ച് തയ്യാറാക്കിയതായി എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക. ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നതിനായി സർവേ സ്കെച്ച് അഡ്വക്കേറ്റ് ജനറലിന് കൈമാറിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. എറണാകുളം പിറവംപുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഒരു കുടുംബത്തിലെ 3 പേരെ തിരിച്ചറിഞ്ഞു. മൂവാറ്റുപുഴ പായിപ്ര സ്വദേശിനി വിജി, ഭർത്താവ് നാരായണൻ, 2 വയസ്സുള്ള ആൺകുട്ടി എന്നിവരാണ് മരിച്ചത്. ഇവരുടെ 13 വയസ്സുള്ള മകൾക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദനെ നേരിടും. രാവിലെ 7:30-നാണ് മത്സരം. അൾജീരിയ, ഓസ്ട്രിയ മത്സരവും അതേസമയമാണ്. പനാമ, ഇംഗ്ലണ്ട്, ക്രൊയേഷ്യ, ഘാന മത്സരങ്ങൾ പുലർച്ചെ 2:30-ന് നടക്കും. നാളെ പുലർച്ചെ 5-ന് നടക്കുന്ന പോരാട്ടങ്ങളിൽ കൊളംബിയ പോർച്ചുഗലിനെയും കോങ്കോ ഉസ്ബെക്കിസ്ഥാനെയും നേരിടും. പരിസ്ഥിതി സംരക്ഷണം ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുന്ന പുതിയ തലമുറയാണ് സമൂഹത്തിന്റെ പ്രതീക്ഷയെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. കൊല്ലം ചവറ ശങ്കരമംഗലം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു മന്ത്രി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.